ഇസ്രയേലിന് ആയുധങ്ങൾ കൈമാറി കൂടുതൽ പിന്തുണയുമായി അമേരിക്ക രംഗത്തെത്തുകയാണ്. അമേരിക്കയുടെ കൈവശമിരിക്കുന്ന ഏറ്റവും പ്രഹരശേഷിയുള്ള അസാൾട്ട് റൈഫിളുകൾ ഉൾപ്പെടെയാണ് ഇസ്രയേലിന് കൈമാറുന്നത്. ജോ ബൈഡൻ സർക്കാർ മരവിപ്പിച്ച തീരുമാനത്തിലാണ് ഇപ്പോൾ ട്രംപ് അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. 20,000-ലധികം US നിർമ്മിത അസാൾട്ട് റൈഫിളുകൾ ഇസ്രയേലിന് വിൽക്കാനുള്ള ആയുധ കരാറാണിത്. അമേരിക്കയുടെ താഡ് മിസൈൽ സംവിധാനം കൈമാറിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. രണ്ടാമത്തെ താഡ് മിസൈൽ സംവിധാനം ഇസ്രയേലിന് കൈമാറിയിരിക്കുന്നുവെന്ന് ഇന്ന് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിലാണ് പറയുന്നത്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാനും US-ഉം സമീപ ദിവസങ്ങളിൽ പരസ്പരം ഭീഷണി മുഴക്കിയിരുന്നു. ഈ ഘട്ടത്തിൽ ശനിയാഴ്ചയാണ് താഡ് സംവിധാനം ഇസ്രയേലിന് കൈമാറിയിരിക്കുന്നതെന്ന് സൗദി അൽ ഹദദ് ചാനൽ റിപ്പോർട്ട് ചെയ്തു. US വ്യോമസേനയുടെ ഏറ്റവും വലിയ ഗതാഗത വിമാനമായ അമേരിക്കൻ C-5M സൂപ്പർ ഗാലക്സി ശനിയാഴ്ച തെക്കൻ ഇസ്രായേലിലെ നെവാറ്റീം എയർബേസിൽ ഇറങ്ങിയതായും ഏകദേശം 8 മണിക്കൂറിന് ശേഷം അവിടെ നിന്ന് തിരികെ പറന്നുയർന്നതായും ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. US-ന്റെ പ്രധാന മിസൈൽ സംവിധാനമാണ് താഡ്. 2024 ഒക്ടോബറിലാണ് ഈ മിസൈൽ സംവിധാനം ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമാകുന്നത്. ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഇസ്രായേൽ താഡ് സംവിധാനം ഉപയോഗിച്ചു തുടങ്ങിയത്. ഈ സംവിധാനത്തിന് 870 മുതൽ 3000 കിലോമീറ്റർ പരിധി വരെയുള്ള മിസൈൽ ഭീഷണികളെ കണ്ടെത്താനാകും. മിസൈലുകളെ ലക്ഷ്യത്തിലെത്തും മുമ്പ് കണ്ടെത്തി തകർക്കാൻ കഴിയുന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനമാണ് താഡ്. 1990-കളിലാണ് ഹിർസ ഇടത്തരം ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്ത ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം അഥവാ താഡ് വികസിപ്പിക്കുന്നത്. അതേസമയം ജോ ബൈഡൻ താൽക്കാലികമായി മരവിപ്പിച്ച കരാറിനാണ് ഇപ്പോൾ ട്രംപ് പച്ചക്കൊടി കാട്ടുന്നത്. കപ്പലുകൾ വരെ തുളച്ചു കടക്കുന്ന തരത്തിലുള്ള തോക്കുകളാണ് അസാൾട്ട് റൈഫിളുകൾ എന്നാണ് റിപ്പോർട്ടുകൾ. അസാൾട്ട് റൈഫിളുകൾ ഫലസ്തീനിൽ താമസിക്കുന്ന ഇസ്രയേലി പൗരന്മാരുടെ കയ്യിലെത്തിയേക്കുമെന്നും അത് അവർ ദുരുപയോഗം ചെയ്തേക്കുമെന്നുള്ള ആശങ്ക മുൻനിർത്തിയായിരുന്നു ഈ തോക്ക് കച്ചവടം ബൈഡൻ സർക്കാർ തീരുമാനമെടുക്കാതെ നിർത്തിവെച്ചിരുന്നത്. US-ഉം ഇസ്രയേലും തമ്മിലുള്ള വമ്പൻ ആയുധ കരാറുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ ഇടപാടാണ് ഈ തോക്ക് വിൽപ്പനയുടേതെങ്കിലും ഇതിന്റെ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ഈ നീക്കവുമായി ബൈഡൻ മുന്നോട്ട് പോകാതിരുന്നത്.